വിളിക്കാത്ത സദ്യക്ക് വിളമ്പുന്നയാൾക്ക് ലജ്ജയില്ലെങ്കിലും തിന്നുന്നയാൾക്ക് ലജ്ജ വേണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം നോക്കണം. എന്നാൽ രാഷ്ട്രീയ അല്പത്തരല്ലേ ഇത്. VD സതീഷിനെ വെറുതെ വിട്ടിരിക്കുന്നു. BJP എടുത്താലും കോൺഗ്രസ് എടുത്താലും മാർക്സിസ്റ്റ് എടുത്താലും ഇവരുടെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കോമഡി വരും, കാണുമ്പോഴും കേൾക്കുമ്പോഴും. അതിനെ പ്രതിരോധിക്കാൻ ആൾക്കാരുണ്ട്. ഈ കാര്യം പറയുമ്പോൾ എല്ലാവരും ബൈ ബൈ ആണ്. നമ്മുടെ പ്രധാനമന്ത്രി വിരിഞ്ഞം പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ നേരത്തെ വന്നിരുന്നിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിലെ മന്ത്രി റിയാസ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയ വളരെ വൈറലാണത്. രാഷ്ട്രീയപരമായ ഇവരുടെ എതിർപ്പുകൾ ഭയങ്കര ചില സമയത്തൊക്കെ കേൾക്കുമ്പോൾ റിയാസ് ഇവിടെ ഇരുന്നത് പറയും, രാജീവുമായിട്ട് നേരിട്ട് കാണുമ്പോൾ കൈ കൊടുത്ത് ഇവർ സുഹൃത്തുക്കളാവുകയും ചെയ്യും. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ വേദിയിലുണ്ട്, എങ്ങനെയാണ് അത് സാധ്യമായത്? എന്തുകൊണ്ട് കേരളത്തിൽ BJP വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. ഇത്തരം രാഷ്ട്രീയ അല്പത്തരമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ഇരിക്കുന്നത്? നിങ്ങൾ നോക്കൂ, തൊട്ട മുമ്പിൽ ധനമന്ത്രി ഇരിക്കുന്നു. കേരളത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ വേദിയിൽ ഇരിക്കണം എന്നുള്ളത് പ്രധാനമന്ത്രി ഓഫീസ് തീരുമാനിക്കുക. അതിലൊന്നും തെറ്റില്ല. സദസ്സിലിരിക്കേണ്ടവർ സദസ്സിലിരിക്കാം. ഞങ്ങളിപ്പോൾ സദസ്സിലിരിക്കുന്നത്, അതിലൊന്നും ഒരു പരാതിയില്ല. എന്നാൽ ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും വേദിയില്ലാത്തൊരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധി ഒന്നും പോലുമല്ലാത്ത ഒരു വ്യക്തിയെ, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ? ജനാധിപത്യ വിരുദ്ധല്ലേ? രാഷ്ട്രീയ അല്പത്തരമാണത്. യഥാർത്ഥത്തിൽ പഴയൊരു ചൊല്ലുണ്ട്, ഈ വിളിക്കാത്ത സദ്യക്ക് വിളമ്പുന്നയാൾക്ക് ലജ്ജയില്ലെങ്കിലും തിന്നുന്നയാൾക്ക് ലജ്ജ വേണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം നോക്കണം. എന്നാൽ രാഷ്ട്രീയ അല്പത്തരല്ലേ ഇത്. ഇതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേക നേട്ടം BJPക്ക് വരും? അദ്ദേഹം മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിട്ടല്ലേ അവിടെ മുദ്രാവാക്യം വിളിക്കുന്നത്. പിന്നെയല്ലേ ഇപ്പോൾ 2 രാജ്യസഭാ മെമ്പറും തിരുവനന്തപുരം മേയറും അവിടെ വന്നിരുന്നത്. അദ്ദേഹം ഒറ്റയ്ക്ക് 1 മണിക്കൂറായി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുകയാണ്, അവിടുന്ന് കൈ ഉയർത്തുകയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ അല്പത്തമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. മലയാളി ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണ്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് മുൻ മന്ത്രിയാണ്, ഇപ്പം MLA ആണ്. അദ്ദേഹം സദസ്സിലിരിക്കുന്നുണ്ട്, നിങ്ങൾ തൊട്ട മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ വിളിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഇദ്ദേഹം വന്നിരിക്കുന്നത് മനസ്സിലാക്കാം. ഏത് BJP സംസ്ഥാന അധ്യക്ഷൻ. എന്നാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ ക്ഷണിക്കാതിരിക്കുക, സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ മന്ത്രിമാരിൽ വലിയൊരു ശതമാനം സദസ്സിലിരിക്കുന്ന ഒരു പരിപാടി, ധനമന്ത്രി ഉൾപ്പെടെ സദസ്സിലിരിക്കുന്ന പരിപാടി, അങ്ങനെയുള്ളൊരു പരിപാടിയിൽ എന്താണ് ക്രൈറ്റീരിയ? BJP സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ ഇരുത്തിയിട്ടുള്ളത് ഇത് മലയാളി ചർച്ച ചെയ്യും. മലയാളി എന്തായാലും ചർച്ച ചെയ്യും. ഇനി ഇപ്പോഴത്തെ അധ്യക്ഷന് മാത്രമല്ല, BJPക്ക് കിട്ടാവുന്ന മുഴുവൻ ആളെയും വേദിയിൽ ഇരുത്തിയാലും ഈ പദ്ധതി എങ്ങനെ നടപ്പിലായി എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് ഇന്ന് സീറ്റുണ്ട്, ഇരിപ്പിടമുണ്ട്, പക്ഷെ അദ്ദേഹം വന്നിട്ടില്ല. ഞാൻ അതിന്റെ മറ്റു വശത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ ഈ പോയിന്റ് മാത്രം റേസ് ചെയ്യാനാണ്. VD സതീഷിനെ വെറുതെ വിട്ടിരിക്കുന്നു. എന്താ ഇത്, ഈ എല്ലാവരും കണക്കാണ്. ഇപ്പം റിയാസ് പറയുമ്പം ഇവരുടെ പാർട്ടിയിൽ എന്താ നടക്കുന്നത്, ഇനി VD സതീഷിനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പാർട്ടിയിൽ എന്താ നടക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പം ആ പാർട്ടിയുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ ഹെഡായിട്ടാണല്ലോ ഇപ്പം രാജീവ് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ട് രാജീവിന് ക്ഷണം വരും, മുൻനിരയിൽ തന്നെ അദ്ദേഹം വരും. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ. ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചാലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇതെന്താ ഇതെന്ന് തോന്നിപ്പോവും. ഇതിലേക്ക് ഒരു മാറ്റം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാസ് ആക്ഷേപഹാസ്യത്തോടെ പുള്ളിയെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ ഇവരോരോ പരിപാടികൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുവാതിര കളി, ഒരുപാട് എക്സാമ്പിൾസ് എല്ലാ മാസവും ഉണ്ടല്ലോ. അവരോടൊക്കെ പുള്ളിക്ക് എന്താ പറയാനുള്ളത്? പുള്ളിയൊന്നും പറയില്ല. BJP എടുത്താലും കോൺഗ്രസ് എടുത്താലും മാർക്സിസ്റ്റ് എടുത്താലും ഇവരുടെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കോമഡി വരും, കാണുമ്പോഴും കേൾക്കുമ്പോഴും. അതിനെ പ്രതിരോധിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിയാസിനെ തെറി പറയാൻ ഒരു വിഭാഗം, അതായത് BJP പ്രവർത്തകർ, RSS പ്രവർത്തകർ, അവരുടെ അണികൾ പ്രതിരോധിക്കാൻ പറഞ്ഞ അണികളുടെ ഭാഷയിൽ തെറി, അതാണ് നടക്കുന്നത്. റിയാസിനെ തെറി പറയും. അതിനെ തിരിച്ച് തെറി പറയാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ വരും, സൈബർ പോരാളികൾ അവർ വരും. ഇതെല്ലാം നിങ്ങളുടെ കോൺഗ്രസ്സുകാർ നോക്കി നിൽക്കും.
അതിൻ്റെ ഇടയ്ക്ക് ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടി അവർ പറയും ഇത് ഉമ്മൻചാണ്ടിയുടെ അല്ലേ എന്നുകൊണ്ട് അവർ പുറത്തോട്ട് വരും. രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു ഒരു വല്ലാത്ത ഗെയിം തന്നെയാണ്. നമുക്കറിയാം റിയാസ് ഇതൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ രാജീവായിട്ട് നേരിട്ട് കാണുമ്പോൾ ഇവർ കാണുകയും സംസാരിക്കുകയും ഷെയ്ക്കാൻഡ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എത്ര നേരം പ്രതിരോധിച്ച് അണികളാരായി. ഇതിപ്പോൾ ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പല്ലിറമിക്കൊണ്ട് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ കമൻറ്റുകൾ അവരിത് കണ്ടുകൊണ്ടുവന്ന് നിൽക്കുകയാണ്. എടാ നീ ആരാടാ ഈ ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ആളെ നീ പറയുന്നോടാ രണ്ടനാടിച്ച് കഴിയുമ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ രണ്ട് തെറി അങ്ങനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന കമൻറ്റോളിസ് നിങ്ങളിവിടെ കിടന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവരൊക്കെ ഈ കാര്യം പറയുമ്പോൾ എല്ലാവരും ബൈ ബൈ ആണ്. നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് വരുന്നതിൻ്റെ കാര്യത്തിൽ എല്ലാതൊക്കെ ചെയ്താൽ കിട്ടും. അതാണ് അവർ ഇതിൽ ഇങ്ങനെ ഉയർന്നു പോവുകയും നിങ്ങളിതിൽ ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, ടേക്ക് കെയർ.